Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട 3 റീസൺസിനെ കുറിച്ചാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒട്ടും ഹാപ്പി ആകാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അവർ തിങ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് ഈ കാര്യം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കേസ്, നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എന്നുള്ളത് തന്നെയാണ്. ആ വ്യക്തിയുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സമയമില്ല എന്ന രീതിയിലാണ് ഒട്ടുമിക്ക സമയത്ത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ടൈമിലും നിങ്ങൾ ഇങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ റീസൺ. കാരണം ഏതൊരു വ്യക്തിയും, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ടൈം കണ്ടെത്തണം എന്നുള്ളത്. ഒരു പക്ഷെ ഇവിടെ ടൈം കണ്ടെത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് സമയം കിട്ടിയിട്ട് നിങ്ങൾ ആ സമയം മറ്റാർക്കെങ്കിലും വേണ്ടി, ഒരു പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടൊപ്പം ഒട്ടും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാതെ ആ സമയം കംപ്ലീറ്റ്ലി മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെലവാക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇന്റിമസി തോന്നാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ്. എന്നാൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഇന്റിമേറ്റ് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്വയം ഒന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് ആൻസർ ആണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി, എസ്പെഷ്യലി ഒരു പെൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഇത് തന്നെയാണ്. അതായത് ആ വ്യക്തിയുമായിട്ട് ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി ഓൾമോസ്റ്റ് ടൈമിലും എക്സ്ക്യൂസ് പറയുന്നു, അല്ലെങ്കിൽ ടൈം ഉണ്ടായിട്ടും അത് സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയെ പരിഗണിക്കാതെ മറ്റുള്ള വ്യക്തികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ, എസ്പെഷ്യലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നു, അവർ വളരെയധികം ഹാപ്പിയാണ്. എന്നാൽ ക്വാളിറ്റി ടൈം അവർ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടൊപ്പം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് പലപ്പോഴും ഒന്നാമത്തെ ഒരു റീസൺ ആയിട്ട് വരുന്നത്. സെക്കൻഡ് റീസൺ, ഷീ ഫീൽസ് എലോൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ഒരു റിലേഷൻഷിപ്പിലായിട്ട് കൂടി അവർക്കൊരു ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഒന്നിനും ഒരു സപ്പോർട്ടില്ല, ഒരു മെന്റൽ സ്ട്രെങ്ത് ഇല്ല, ഒരു നല്ല വാക്ക് പറയുന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ഇങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കാം. അപ്പോഴും ആ റിലേഷൻഷിപ്പ് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട്, ബട്ട് എന്താണ് അതുകൊണ്ടൊരു യൂസ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അല്ല എന്നുള്ള ഒരു ആൻസർ ആണ് അവർക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമതായിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നത്. കാരണം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്, എല്ലാം തുറന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റൽ സപ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതെല്ലാം ആബ്സെന്റ് ആയി കിടക്കുകയും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലാത്തൊരവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പ് അനുയോജ്യമല്ല എന്ന രീതിയിൽ തിങ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ, ഷീ ഫീൽസ് വർത്ത്ലെസ്. ഒട്ടും വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഒരു പെൺകുട്ടിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ റിലേഷൻഷിപ്പിനോട് യാതൊരുവിധ ഇൻട്രസ്റ്റും തോന്നില്ല. മാത്രമല്ല റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അധികം വൈകാതെ പോവുകയും ചെയ്യും. കാരണം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർ റെസ്പെക്ട് ചെയ്യുക. അവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടണം, അവരും റെസ്പെക്ട് ചെയ്യപ്പെടണം, അവർക്കും ആ ഒരു സെൽഫ് ഗ്രോത്ത്, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഫ്രീഡത്തോടു കൂടി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ആളുകളും ഹാപ്പി ആകുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരായി നിൽക്കാൻ സാധിക്കുമ്പോഴാണ്.
പക്ഷെ ഇത്തരത്തിലുള്ള ഒരു യാതൊരുവിധ പരിഗണനയും കിട്ടാതെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അവർ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്ന 3 കാര്യങ്ങളിലേക്കും ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ചില മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ആയി വരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയായി പോകുന്നത്. എന്താണെങ്കിലും ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പ് അവർക്ക് അനുയോജ്യമല്ല എന്ന രീതിയിൽ അവർ തിങ്ക് ചെയ്യാനും ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഇത് അറിഞ്ഞില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കേസുകളുണ്ട്. എനിവേസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്